الحمد لله الذي أحل لعباده الخيرات والطيبات وحرم عليهم الخبائث والمخدرات وأشهد أن لا إله إلا الله وأشهد أن محمدًا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه وعلى آله وأصحابه كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ ശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആരുടെയും ഒരവകാശവുമില്ലാതെ ഒരു പുണ്യദിവസവും കൂടി നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. യൗമുൽ ജുമുഅ, അതിൻ്റെ എല്ലാ ഹൈറും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞുകൂടുന്ന ലോകം, ഈ ഭൗതിക പ്രപഞ്ചം നിറയെ അത്ഭുതങ്ങളാണ്. ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അത്യത്ഭുതകരമായ അതിൻ്റെ സൃഷ്ടി രഹസ്യം, അതിൻ്റെ സംവിധാനം, അതിൻ്റെ നിലനിൽക്കുന്ന രീതി എല്ലാം അങ്ങനെ തന്നെ. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഏറ്റവും വലിയ മഹാ അത്ഭുതം, പലതും ഇന്നലെ വരെ നമ്മൾ അത്ഭുതമായി എണ്ണിപ്പോകുന്നത് ഇന്ന് ചിലപ്പോൾ മറ്റൊന്നായി മാറുന്നു. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ചൊവ്വായ പറ്റിയ ഫിറ്റായ രൂപത്തിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാൾക്കും ഇന്നേ വരെ ഒരു പോരായ്മ, ഒരു കുറവ്, ഒരു അപാകത ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. വലഖദ് കറംനാ ബനി ആദം. ആദമിൻ്റെ മക്കൾ മുഴുവൻ ആത്മീകളെയും നാം ആദരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും എല്ലാത്തിനേക്കാളും ആദരണീയൻ മനുഷ്യനാണ്. എങ്ങനെ ഈ ശ്രേഷ്ഠത, ഈ സവിശേഷത, ഈ ആദരവ് മനുഷ്യന് ലഭിക്കുന്നു? മനുഷ്യത്വത്തിൻ്റെ വളരെ അടിത്തറയായിട്ടുള്ള അവൻ്റെ ബുദ്ധി, അവൻ്റെ വിവേകം, അവൻ്റെ വിചാരം, വിവേചന ശക്തി, തീരുമാനത്തിനുള്ള കഴിവ്, ഇങ്ങനെ മനുഷ്യന് മാത്രമുള്ള സവിശേഷമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബുദ്ധിയും വിവേകവും എന്ന് ചുരുക്കി പറയാം. ഇതിന് എന്ത് വില കൊടുത്തും പകരം വാങ്ങാൻ പറ്റാത്ത സംഗതിയാണിത്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ ബുദ്ധി എങ്ങാനും വിലക്ക് വിൽക്കാൻ വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് വില കൊടുത്തും ആളുകൾ ബുദ്ധി വാങ്ങുമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ലല്ലോ. എന്നാൽ ഏറെ വിചിത്രമായ കാര്യം, ഈ അത്യത്ഭുതകരമായ അതിവിശിഷ്ടമായ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഈ സംവിധാനം, അനുഗ്രഹം, ബുദ്ധിയും വിവേകവും, അതിനെ നശിപ്പിക്കുന്ന വസ്തുക്കൾ മനുഷ്യൻ തന്നെ വില കൊടുത്ത് വാങ്ങുന്നു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായതും ഏറ്റവും ദുഃഖകരമായിട്ടുമുള്ളതുമായ സംഗതി, അചിന്തനീയമായ വിഷയം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങൾ നമ്മൾ പതിവായി കേട്ടുപോകുന്നു. തുടക്കത്തിൽ സൂറത്തുൽ ഹശറിലെ വചനം ഓരോ മനുഷ്യനും സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയാണ്, ഈമാനുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? വരാനിരിക്കുന്ന ശാശ്വതമായ പാരത്രിക ലോകത്തെ ജീവിതത്തിലേക്ക് എന്താണ് നിങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുക.
ജീവിതത്തിൽ കിട്ടിയ സൗകര്യങ്ങൾ, അനുഭവങ്ങൾ, അവസരങ്ങൾ അത് നാളേക്ക് വേണ്ടിയുള്ള ഹൈറാക്കി മാറ്റാൻ ബാധ്യസ്ഥനാണ് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും. അത് അംഗീകരിക്കുന്നതാണ്. അള്ളാഹു നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല, ആരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ചെറുതും വലുതുമായ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും കാര്യങ്ങളെയും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അത് നന്മയാണോ, അത് നേട്ടമാണോ, ബാക്കി നിൽക്കുന്നതാണോ, നാളേക്ക് ഉപകരിക്കുന്നതാണോ അല്ലേ എന്നത് ആലോചിക്കുക. അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് തീർച്ചയായും ഓരോരുത്തരും വിധേയരാകുന്നതാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം, മനുഷ്യൻ്റെ വിശേഷമായ അവൻ്റെ സിദ്ധികൾ, ബുദ്ധിയും വിവേകവും, അതിനെ അമാനത്തായി കാണേണ്ടതാണ്. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരുപാട് ആളുകൾക്ക് വേണ്ടിയാണ്, ഒരുപാട് ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ്, ഭൂമിയിലെ പലർക്കും പലയിടത്തും വേണ്ടിയാണ്. നിൻ്റെ കുടുംബം, നിൻ്റെ സമൂഹം, നിൻ്റെ അയൽപക്കം, നിൻ്റെ കൂട്ടുകാർ, എല്ലാവർക്കുമായി നീ പങ്കുവെക്കേണ്ടുന്ന, കൊടുത്തു വീട്ടേണ്ടുന്ന ഒരുപാട് ബാധ്യതകൾ നിന്നിൽ അർപ്പിതമാണ്. നന്മകൾ നിറഞ്ഞതായിരിക്കണം നിൻ്റെ ജീവിതം. അങ്ങനെ അള്ളാഹു സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള നിൻ്റെ ജീവൻ, നിൻ്റെ ജീവിത സൗകര്യങ്ങൾ, അതിനെ നീ നശിപ്പിക്കാൻ പാടില്ല. അത് അമാനത്താണ്, ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഒരു മരണവാർത്ത അറിഞ്ഞാൽ നമ്മൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്, നമ്മൾ അള്ളാഹുവിൻ്റേതാണ്. ജീവൻ ആരുടേതാണ്? നമുക്ക് അവകാശപ്പെട്ടതല്ല, അമാനത്തായി അള്ളാഹു നൽകിയിട്ടുള്ളതാണ്, നമ്മുടെ സ്വന്തമല്ല. ആർക്കും ഉണ്ടാക്കാനോ വില കൊടുത്ത് വാങ്ങാനോ പറ്റുന്നതല്ല. ഒരു തുള്ളി രക്തം, ജീവവായു, ഒരു ലേശം ഓക്സിജൻ, ശുദ്ധജലം, ഇതിൻ്റെയൊക്കെ സാങ്കേതികമായ അനലൈസുകളൊക്കെ പലരും നമ്മൾ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതുണ്ടാക്കാൻ സാധ്യമാണോ? നൽകാൻ സാധ്യമാണോ? അപ്പോൾ ഇങ്ങനെയുള്ള അതിസങ്കീർണമായ എന്നാൽ അത്യുന്നതമായ അതുല്യമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ മഹത്തായ അനുഗ്രഹങ്ങൾ സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുള്ളത്, അതിനെ നീ വെറുതെ കാണരുത്, ചെറുതായി കാണരുത്, നശിപ്പിക്കരുത്. മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, ചിലപ്പോൾ ചില ദുർബല നിമിഷങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നു, അങ്ങനെ ജീവൻ ഒടുക്കുന്നു. അങ്ങനെ അള്ളാഹു നൽകിയിട്ടുള്ള ജീവൻ നീ കൽപ്പിച്ചു കൂട്ടി നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, നശിപ്പിക്കുകയാണെങ്കിൽ, പ്രവാചകർ പറഞ്ഞൊരു വചനമുണ്ട്, മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി. വല്ലവനും വല്ല വിഷവും കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു ജീവനൊടുക്കി എങ്കിൽ പരലോകത്ത് വൻ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ, എന്നെന്നും നരകത്തിൽ ശാശ്വതമായി അവൻ കഴിഞ്ഞുകൂടേണ്ടി വരും. എങ്ങനെ? ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു. അവൻ്റെ വിഷം, ആ വിഷത്തിൻ്റെ പാത്രം അവൻ കയ്യിലേന്തിക്കൊണ്ട് അതിൽ നിന്ന് ലേശം ലേശമായി അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാലാകാലവും നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. എന്തിൻ്റെ പേരിൽ? അള്ളാഹു മഹത്തായ അനുഗ്രഹമായി നൽകിയിട്ടുള്ള ജീവനും വിവേകവും ബുദ്ധിയും നശിപ്പിച്ചതിൻ്റെ പേരിൽ. വിശുദ്ധ ഖുർആനിലെ ഗൗരവമുള്ളൊരു വചനം, ലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. അള്ളാഹു അങ്ങേയറ്റത്ത് കാരുണ്യവാനാണ്, കരുണ കൊണ്ടാണ് നിങ്ങൾക്ക് ജന്മവും ജീവിതവും നൽകിയത്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള ജീവനെ നിങ്ങൾ സ്വയം നശിപ്പിക്കരുത്, നാശത്തിലേക്ക് കൊണ്ടു ചെന്നിടരുത്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമൻ ഫസൗഫ നുസ്ലിഹി നാറ. കൽപ്പിച്ചുകൂട്ടി അവിവേകമായും അതിക്രമമായും ജീവനുമായി കളിച്ചാൽ, ജീവന് ആപത്ത് വരുത്തിയാൽ നാം അവനെ നരകത്തിൽ തന്നെ കൊണ്ടുപോയി തള്ളുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ താക്കീത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം ലഹരി വിരുദ്ധ ദിനമായി കൊണ്ടാടുകയാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റൊരുപാട് സംവിധാനങ്ങളും ഒരു ദിവസം അതിനുവേണ്ടി നിശ്ചയിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നും ലഹരി വിരുദ്ധ ദിനമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഹരി ഉണ്ടാക്കുന്നത് അല്പമാവട്ടെ കൂടുതലാവട്ടെ, അത് കുല്ലുൻ ഹറാം, അതെല്ലാം നിഷിദ്ധമാണ്. എന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും ലഹരി വിരുദ്ധ
അവസരമാണ് സത്യവിശ്വാസിയുടെ ജീവിതം. ഇസ്ലാം അതാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ലോകത്ത് സ്വസ്ഥതയും സമാധാനവും തിരിച്ചറിവും വിവേകവും ഉണ്ടാവണമെങ്കിൽ ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കേണ്ടതുണ്ട്, രക്ഷപ്പെടേണ്ടതുണ്ട്. ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നാളെ പിറ്റേന്ന് മരിച്ചു തന്നാൽ ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയുടെ കോടതിയിൽ ഒരു കാലുപോലും മുന്നോട്ട് അനക്കാൻ സാധ്യമല്ല. 3-4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. അതിലൊന്ന് അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, തൻ്റെ ആയുസ്, തനിക്ക് കിട്ടിയ സമയവും ആരോഗ്യവും എന്തു ചെയ്തു, എങ്ങനെ നശിപ്പിച്ചു തീർത്തു എന്ന്. മറ്റൊന്ന് അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, അവൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വന്നു കിട്ടിയ സമ്പാദ്യങ്ങൾ, പണം എവിടെ നിന്ന് വന്നു, എവിടെയൊക്കെ അത് ചെലവഴിച്ചു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം, പ്രാഥമികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അവന് മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും പണവും അത് വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം എങ്ങനെ അതിനെ കാണുന്നു, എങ്ങനെ അതിനെ ആദരിക്കുന്നു, എങ്ങനെ അതിനെ വിലമതിക്കുന്നു, എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അതിൻ്റെ ഓരോ അംശങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുന്ന ആസ്വാദനത്തിൻ്റെ, വിനോദത്തിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. എല്ലാം ആസ്വദിച്ചും അനുഭവിച്ചും തീർത്തിട്ടും മതിയാവാതെ മനുഷ്യൻ അവസാനം മനുഷ്യനാണ് എന്നുള്ള തോന്നൽ പോലുമില്ലാത്ത, ബുദ്ധിയും വിവേകവും മരവിപ്പിക്കുന്ന, മനുഷ്യനെ മരിപ്പിക്കുന്ന രീതിയിലുള്ള മാരകമായ ലഹരിയിലേക്ക് ചെന്നെത്തുകയാണ്. ഒന്നും അറിയാതെ കഴിഞ്ഞുകൂടാൻ. മൃഗീയത എന്ന് പറഞ്ഞാൽ പോലും അത് കുറവാണ്. മൃഗങ്ങൾക്ക് പോലും അതിൻ്റേതായ പ്രകൃതവും നിലപാടുകളും രീതികളുമൊക്കെ ഉണ്ട്. മനുഷ്യൻ മൃഗമാവുകയാണ്, അതിലപ്പുറം തരം താഴുകയാണ് ലഹരി ഉപയോഗിച്ചിട്ട്. ആണും പെണ്ണും വ്യത്യാസമല്ല, ചെറിയവരും വലിയവരും വ്യത്യാസമല്ല, മുതിർന്നവരും ആദരിക്കേണ്ടവരും വേട്ടപ്പെട്ടവരും മാതാപിതാക്കളും ഒന്നും അവൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഭാര്യയും പെങ്ങളും ഒക്കെ തുല്യമാണ്, അന്യരും അല്ലാത്തവരും ഒക്കെ ഒരുപോലെയാണ്. ഇങ്ങനെ ഒരു വിവേകവുമില്ലാത്ത രീതിയിൽ താന്തോന്നിയായിത്തീരുന്ന, സ്വയം നശിക്കുന്ന അവസ്ഥ, ഈ ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. അതിനോട് അടുക്കാൻ പാടില്ല എന്ന് ഇന്നമാ യുരീദു ശൈത്താൻ അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സലാത്ത്. ഇന്നത്തെ കമ്പോളങ്ങളിലെ മാറിയ മാർക്കറ്റുകളിൽ